ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഈ മഴക്കാലത്ത് വീട്ടിൽ വരുന്ന ഈച്ചകളെ തുരത്താനുള്ള നല്ല 2 ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് നമ്മുടെ വീട്ടിലുള്ള തുളസി ഇല കൊണ്ടുള്ളതാണ്. തുളസി ഇല ഇല്ലാത്ത വീടുകൾ ചുരുക്കമായിരിക്കും അല്ലേ? അപ്പോൾ എല്ലായിടത്തും കാണും. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ഈച്ചേനെ തുരത്താനുള്ള നല്ലൊരു ടിപ്സായിട്ടാണ് ആദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി കുറച്ച് ഒരു പിടി അളവിൽ തുളസി ഇല എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഗ്രാമ്പുവാണ് കേട്ടോ. അത് നമുക്ക് എത്രയാണോ വേണ്ടത് ആ അളവിൽ എടുത്താൽ മതി. അപ്പോൾ ഞാൻ അതവിടെ കുറച്ച് അളവിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇടികല്ലെടുക്കാം. അതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് ഗ്രാമ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു പിടി അളവിൽ കുറച്ച് ഗ്രാമ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതിനെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിൽ വെച്ച് ഒന്ന് പൊടിച്ചെടുത്താലും മതി കേട്ടോ. ഞാൻ ഇവിടെ കല്ലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ 2 ടിപ്സും ഞാൻ വീട്ടിൽ ചെയ്ത് പരീക്ഷിച്ച ശേഷം നല്ല റിസൾട്ട് കിട്ടിയ ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തുളസി ഇലയാണ്. അപ്പോൾ നമുക്കതിനെ ഒന്ന് ചതച്ചെടുക്കണം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ ആ തുളസി ഇലയുടെ നീര് നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇട്ടു കേട്ടോ. അപ്പം ഞാൻ അതവിടെ തുളസി ഇല എല്ലാം ആ കല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചായിട്ടൊന്ന് ചതച്ച് കൊടുക്കാം. അപ്പം ഞാൻ പൂവും അതുപോലെ എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഔഷധമാണല്ലോ തുളസി ഇല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ വീട്ടിൽ തുടച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഒന്നും തന്നെ പേടിക്കാനില്ല. ഒരു കെമിക്കലും ചേർക്കാതെ തന്നെ നമ്മളെ വീട്ടിലുള്ള തുളസി ഇലയൊക്കെ വെച്ച് ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈച്ചയുടെ ശല്യം നല്ലതുപോലെ മാറിക്കിട്ടും കേട്ടോ. അപ്പം ഞാൻ അതവിടെ ചതച്ച തുളസി ഇലയും കൂടി ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുമാത്രമല്ല ഈച്ച പല രോഗങ്ങളും പരത്തും. അപ്പം നമ്മൾ മാക്സിമം ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്ത് ഈച്ചയെ വീട്ടിൽ അടുപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പിടി അളവിൽ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നല്ലൊരിതാണ് കേട്ടോ. നമ്മൾ തറയൊക്കെ തുടയ്ക്കുമ്പോൾ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് തുടയ്ക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ അണുക്കൾ വന്നിരിക്കില്ല കേട്ടോ. അപ്പം ഞാൻ ഇനി ഇതിനെ ഒന്ന് തിളപ്പിക്കട്ടെ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ ഇവിടെ ഇത് വെച്ചിട്ട് നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ആ തിളച്ച് വരുമ്പോൾ തന്നെ അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിനെ ഒരു 10 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. 10 മിനിറ്റെങ്കിലും നല്ലതുപോലെ ആ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഗ്രാമ്പൂവിൻ്റെയും അതുപോലെ തന്നെ തുളസി ഇലയുടെയൊക്കെ നല്ലൊരു സത്ത് അതിൽ ഊറി കിട്ടുള്ളൂ. അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ കെമിക്കലായിട്ടുള്ള മരുന്നൊന്നും വാങ്ങിച്ച് നമ്മളെ വീട്ടിൽ തളിക്കാതെ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇതിവിടെ എല്ലാം നല്ലതുപോലെ തിളച്ച് അതിൻ്റെ ആ സത്തെല്ലാം ഊറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഒരു 5-10 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നല്ലതുപോലെ തണുത്ത് കിട്ടും. അപ്പോൾ ഞാൻ അതവിടെ ഇത് വെച്ചിട്ട് നല്ലതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഒരു ബോട്ടിലേക്ക് ആക്കിയെടുക്കാം. നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതിലാക്കുന്നത് നല്ലത് തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയ ബോട്ടിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ അതവിടെ ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പിൽ 2 ഹോളൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഇത് അരിച്ചില്ലെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് തെളിച്ച് വീട്ടി കൊടുത്താൽ മതി കേട്ടോ. കൊത്തു വിടാതെ നമുക്കൊന്ന് തെളിച്ച് വീട്ടി കൊടുക്കാം. അപ്പം ഞാൻ അതവിടെ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടപ്പടച്ച ശേഷം നമുക്ക് നമ്മുടെ കിച്ചണിലൊക്കെ പാചകം ചെയ്യുന്ന ഏറ്റവും കൂടുതൽ നമുക്ക് ഈച്ച അനുഭവപ്പെടുന്ന പാചകം ചെയ്യുന്നിടത്താണ്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തളിച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ കിച്ചണിൽ പാചകം ചെയ്യുന്ന ആ ഒരു തറ ടേൽസിലൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് തളിച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് അളവിൽ കൂടുതൽ സ്പ്രേ ചെയ്യുന്നേക്കാളും നമുക്ക് കുറച്ച് അളവിൽ കൂടുതലൊന്ന് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അതിന് ശേഷം ഒരു തുണി കൊണ്ട് നല്ലതുപോലെ തുടച്ചു കൊടുക്കാം. ഇത് ഒരു പ്രാവശ്യം ചെയ്താൽ മാത്രം പോരാട്ടോ. നമ്മൾ പാചകം ചെയ്ത് തീർന്നതിന് ശേഷം ഉടനെ അത് ചെയ്യണം. അപ്പോൾ ഒട്ടും തന്നെ ഈച്ചകൾ വന്നിരിക്കില്ല. പിന്നെ നമ്മൾ ആ തറയിലും ഇതുപോലെ എൻ്റെ വീട്ടിൽ അധികം ഈച്ച ഇല്ല കേട്ടോ.
അപ്പം ഞാൻ ഇതുപോലെ സ്ഥിരം ചെയ്യുന്നത് കൊണ്ട് അധികം ഈച്ചയില്ല, ഒന്നോ രണ്ടോ മാത്രം ഇടയ്ക്ക് ഇതുപോലെ കാണാണ്ട്. അപ്പോൾ ഇതുപോലെ തറയിൽ തുടച്ച് നല്ലതുപോലെ ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം നമുക്കൊരു തോർത്തോ അല്ലെങ്കിൽ നമുക്ക് തറ തുടയ്ക്കുന്ന ഒരു ഇത് വെച്ചോ നല്ലതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി. ഒട്ടും തന്നെ ഈച്ച വരില്ല കേട്ടോ. അപ്പം ഞാൻ ഇത് സ്ഥിരം ചെയ്യുന്നതാണ്, അപ്പം നിങ്ങൾക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പം ഞാൻ ആ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചിട്ടിരിക്കുകയാണ്, ഒട്ടും തന്നെ ഈച്ചയില്ല കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും ഒറ്റ ഈച്ച പോലും വീട്ടിൽ വരില്ല കേട്ടോ. അപ്പം ഞാൻ ഇവിടെ തറയൊക്കെ തുടച്ചിട്ടിട്ടുണ്ട്. വല്ലപ്പോഴും ഒന്നോ രണ്ടോ ഈച്ച അല്ലാതെ ഒട്ടും തന്നെ ഈച്ചയില്ല. അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ടിപ്സാണ് കേട്ടോ. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഗ്രാമ്പു മുഴുവനോടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി നമുക്ക് വയ്ക്കാം. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പ് ഏറ്റവും നല്ലതാണ് കേട്ടോ, നമ്മൾ ഈ തറയൊക്കെ തുടയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇനി അതിനെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം നമ്മൾ തിളച്ച് വരുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഗ്രാമ്പൂവിൻ്റെ സത്തൊക്കെ നല്ലതുപോലെ ഊറിക്കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട് കണ്ടോ. നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ തന്നെ അതിൽ ചെറുതായിട്ട് അതിൻ്റെ ആ ഗ്രാമ്പൂവിൻ്റെ കളറൊക്കെ നല്ലതുപോലെ ഊറി വരുന്നുണ്ട്. ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പം ഞാനതിവിടെ തയ്യാറാക്കിയ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങയുടെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നേരിട്ട് ചേർക്കുന്നേക്കാളും നമ്മൾ തിളയ്ക്കുമ്പോൾ നാരങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് ആ വെള്ളത്തിലിട്ട് കൊടുത്ത് തിളപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിനെ നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം. അതിൻ്റെ കൊത്തെല്ലാം ഒന്ന് മാറ്റിയ ശേഷം നമുക്കിതിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതിവിടെ എല്ലാം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിവിടെ അതിനെ ഒന്ന് സ്പ്രേ ബോട്ടിലേക്ക് ഞാൻ എല്ലാം ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ പാചകമൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയ ശേഷം അതിലേക്കൊന്ന് തളിച്ച് കൊടുത്താൽ മതി. നമ്മളിതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ഡൈനിങ് ടേബിളിൽ ഏറ്റവും കൂടുതൽ ഈച്ച വന്നിരിക്കുന്നത് ഡൈനിങ് ടേബിളിലായിരിക്കും. കാരണം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ വീഴുമ്പോൾ അവിടെ പെട്ടെന്ന് തന്നെ ഈച്ച വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച ശേഷം ഉടൻ തന്നെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടാൽ മതി. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതുപോലെ തുടച്ച് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ നമ്മുടെ വീട്ടിനകത്ത് ഈച്ച വരില്ല കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ വീടൊക്കെ എപ്പോഴും വൃത്തിയോടെ സൂക്ഷിക്കുക. മഴക്കാലത്ത് 2 നേരമെങ്കിലും നമ്മളെ വീടൊക്കെ എപ്പോഴും തുടച്ച് വൃത്തിയാക്കി സൂക്ഷിക്കുക കേട്ടോ. ഒട്ടും തന്നെ രോഗങ്ങളൊന്നും വരില്ല. അപ്പോൾ ഇനി ഇത് ബാക്കിയിരിക്കുന്ന നമുക്ക് രാത്രിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ആ ഒരു സിങ്കിലൊക്കെ ഒഴിച്ചിടുകയാണെങ്കിൽ അപ്പോൾ അവിടെ വരുന്ന ഈച്ചയൊക്കെ നമുക്ക് പെട്ടെന്ന് തുരത്താൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ ഈച്ചയൊക്കെ വരാതിരിക്കാനുള്ള നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളും കൂടി ഞാൻ പറയണം. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നവരെ വീടാണെങ്കിൽ നിറയെ ഈച്ച കാണും, മധുരമൊക്കെ ഉള്ളത് കൊണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇത്ര ഈച്ച കുറഞ്ഞ് കിട്ടുന്നത് ഞാൻ ഇതുപോലെയൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കേക്കൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പേ ഒരു പേപ്പർ എടുത്ത് ഒന്ന് നിരത്തിയിട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറത്ത് വെച്ച് മുട്ടയൊക്കെ പതപ്പിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് തെറിക്കുന്നതൊക്കെ നമ്മൾ ആ ഒരു കൗണ്ടർ ടോപ്പിൽ വീഴാതെ തന്നെ ആ ഒരു പേപ്പറിൽ തന്നെ വീഴും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈച്ചയുടെ ശല്യം ഒഴിവാക്കാം. ഇത് ചെയ്ത് തീർന്നതിന് ശേഷം ആ പേപ്പറിനെ ഒന്ന് മടക്കി നമ്മൾ നശിപ്പിച്ച് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, നല്ല ടിപ്സുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നു പോവല്ലേ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.